ക്രിക്കറ്റ് ദ ജെന്റിൽമെൻസ് ഗെയിം. ട്രൈനാഷൻ എ സീരീസിൻ്റെ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മാച്ച് കണ്ടപ്പോൾ ഫുട്ബോളിലെ പോലെ തന്നെ റെഡ് കാർഡ്സും എല്ലാ കാർഡ്സും യൂസ് ചെയ്യുന്ന കാലം ക്രിക്കറ്റിൽ വിദൂരമില്ലെന്ന് തോന്നി. ICCയുടെ അഫിലിയേറ്റഡ് മാച്ചിലൊന്നും തന്നെ കാർഡ്സ് കൊടുക്കുന്ന റൂളില്ല. കരീബിയൻ പ്രീമിയർ ലീഗിലൊക്കെ കാർഡ്സ് കൊടുക്കുന്ന റൂളുണ്ട്. ബട്ട് അതൊരിക്കലും ICCയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ടൂർണമെൻ്റ് അല്ല. ഈ ഇഷ്യൂവിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും തന്നെ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ വിഷയൻ ഹെലംബാഗെ, വനുജ് സഹാൻ, അതേപോലെ ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പർ നിരോഷൻ ഡിക്വലെ, ഇന്ത്യൻ സ്കിപ്പർ തിലക് വർമ്മ, പിന്നെ വൈഭവ് സൂര്യവംശി. പ്രൈം സസ്പെക്ട് എന്ന് പറയാനായിട്ട് വിഷയൻ ഹെലംബാഗയും വനുജ് സഹാനും വരുന്നുണ്ടായിരുന്നു. ഇതിൽ ഹെലംബാഗയ്ക്ക് സാങ്ഷൻ ഇമ്പോസ് ചെയ്തെന്നാണ് റിപ്പോർട്ട് വരുന്നത്. മാർച്ച് 9 നടന്ന ഫസ്റ്റ് മാച്ചിലും ഇതേപോലെ തന്നെ പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. 50 ഓവർ മാച്ചസിൽ സൂപ്പർ ഓവർ വളരെ റെയറായിട്ട് വരാറുള്ളൂ. മാച്ചിലേക്ക് വന്ന് ഇന്ത്യ വേർത്ത് 226 ലക്ഷം എടുക്കാൻ ശ്രീലങ്കയ്ക്ക് അവസാനം അവർ 5 റൺ കൂടി വേണ്ടിയിരുന്നു. അർഷദ് ഖാൻ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഓവർ എറിഞ്ഞ കളി ടൈയാക്കാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിൽ സീനിയർ ലെവലിനേക്കാളും ജൂനിയർ ലെവലിലാണ് കൂടുതലും അഗ്രസീവ്നെസ്സും ഇതേപോലുള്ള ഹീറ്റ്ലായിട്ട് മൊമെൻറ്റ്സും കണ്ടുവരാറുള്ളത്. സൂപ്പർ ഓവറിൽ 17 റൺസിൻ്റെ ശ്രീലങ്ക ടാർഗറ്റ് ചെയ്തത് ഇന്ത്യക്ക് 9 റൺസ് എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ സൂപ്പർ ഓവറിൽ ശ്രീലങ്ക മത്സരം ജയിച്ചു. ആൻഡ് ദി സ്റ്റാർട്ടഡ് സെലിബ്രേറ്റിംഗ്. ഓഫ് കോഴ്സ് ജയിച്ച ടീമിന് സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാ റൈറ്റും ഉണ്ട്. ഡഗ് ഔട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെ നോക്കി ശ്രീലങ്കൻ പ്ലേയേഴ്സ് സ്ലെഡ്ജ് ചെയ്യാണ്. വെർബൽ എക്സ്ചേഞ്ചസും അതേപോലെ ഗസ്റ്റേഴ്സും അഗ്രസീവായിട്ട് കാണിക്കാൻ തുടങ്ങി. ഇതാണ് ശരിക്കും അവർ പ്രൊവോക്ക് ചെയ്തത്. തൻ്റെയും ഷെഡ്ഗേഡിയും ബോഡിയോട് ക്ലോസ് ആയിട്ട് നിന്നിട്ടുള്ള ഹെലംബാഗയെ ഫസ്റ്റ് പുഷ് ചെയ്യുന്നത് വൈഭവായിരുന്നു. പക്ഷേ ആൾ ടീനേജറാണെന്ന് പോലും പരിഗണിക്കാതെയാണ് തിരിച്ചുള്ള ഹാർഡായിട്ടൊരു പുഷ് ഹെലംബാഗയുടെ സൈഡിൽ നിന്നുണ്ടാകുന്നത്. അത് ആ പുഷിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ സിറ്റുവേഷൻ കൂൾ ഡൗൺ ചെയ്തത് ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പർ നിരോഷൻ ഡിക്വലെയാണ്. ഡിക്വലയ്ക്ക് ഇട്ടിരിക്കുന്ന ഫൈന് അത് ഈ ഇഷ്യൂ റിലേറ്റഡ് അല്ല, അതെന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല. BCCIയുടെ സൈഡിൽ നിന്ന് വൈഭവിന് വേറെ ഡിസിപ്ലിൻ ആക്ഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് BCCയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ക്രിക്കറ്റിൽ ഇതിനു മുമ്പും ഒരുപാട് അഗ്രസീവ് ഹീറ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കോൺട്രവേഴ്സ്യൽ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഫിസിക്കൽ കയ്യാങ്കളിയിലേക്ക് പോയിട്ടുള്ളത് വളരെ കുറവാണ്. ഏത് ലെവലായാലും ബീറ്റ് സീനിയർ, ഇൻ്റർനാഷണൽ, ഡൊമസ്റ്റിക്, ഫ്രാഞ്ചൈസി, ലിസ്റ്റ്, between the game whatever happens, leave it on the ground. Once the game is over, show some respect towards your opponents. That is what makes the game cricket the gentleman's game.